എന്നാൽ ഈ വിളയാട്ടയ്ക്ക് ഞാനില്ല. അയ്യോ കഷ്ടം, പേടി തൊണ്ടൻ. പേടിയൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ 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 അമ്മ പറഞ്ഞു ആ കാട്ടിൽ ഉമ്മാക്കി ഉണ്ടെന്ന്. ഉമ്മാക്കിയോ? ഓ ചുമ്മാതെ. എന്നാൽ അങ്ങോട്ട് ചെല്ല്, ഇപ്പൊ കാണാം കിയോ കിയോ അവിടെ കിടന്ന് വിളിക്കുന്നത്. പിശാച, കറുത്ത് രണ്ടു നീണ്ട കൊമ്പുമായി നാക്കും വെളിയിലിട്ട് വാല് മാട്ടി കാട്ടിലങ്ങനെ നടക്കും. ആരെങ്കിലും കാട്ടിലോട്ട് ചെന്നാൽ ഒറ്റപ്പിടി വലിച്ചു വീറെ കരകരാന്ന് രക്തമങ്ങ് കുടിക്കും. എന്തോ ചെയ്യും? ഇവിടെയാണ് മാമ്പഴം ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ രാമനാ എന്നോട് കള്ളം പറഞ്ഞത്. തോട് താണ്ടി പുഴ ഇറങ്ങി കാട് കാണുമ്പോൾ നമ്മൾ ഈ വഴിയെല്ലാം കടന്നല്ലേ വന്നത്. അയ്യോ നോക്കിയപ്പോൾ തന്നെ പേടിയാവുന്നു. പണ്ടേ അമ്മ പറഞ്ഞിട്ടില്ലേ, കാട്ടിൽ പോകല്ലേ, മരത്തിൽ കയറല്ലേ, കൂട്ടുകൂടല്ലേ മോനെ, കൂട്ടുകൂടല്ലേ. അമ്മ എങ്ങനെ പറഞ്ഞെങ്കിലും മാമ്പഴത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ വായിൽ വെള്ളം ഊറുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഉമ്മാക്കിയെ തോൽപ്പിക്കാം. അയ്യോ ഞാനില്ല. അമ്മ പറഞ്ഞു അതിന്റെ കൊമ്പ് കൊണ്ട് ഇരുളിൽ നമ്മുടെ വയറ് കുത്തുമെന്ന്. എന്തൊരു വേദനയായിരിക്കും. നമുക്ക് മാവ് കാണണ്ട, പഴവും തിന്നണ്ട. അങ്ങനെ തോറ്റു പിന്മാറിയാലോ? പാടില്ല, തോറ്റ് പിന്മാറാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഞാനും ഒരു കൈ നോക്കാം. നിങ്ങൾ മുമ്പിൽ നിൽക്കണം, ഞാൻ പിറകിൽ. അയ്യോ എന്തൊരു പൊട്ടിച്ചിരി. ആ പിശാച് നമ്മളെ കണ്ടു കാണും. ഇനി കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ ഓരോരുത്തരെയും പിടിച്ച് കടിച്ചു കീറി കറുമുറ തിന്നാൽ. കാടിനുടയോനാമെന്നെ തേടി വരുന്നോരെ, വരുവിൻ ഗാനവുമായി കാടിൻ ഗീതവുമായി. കാടിനുടയോനാമെന്നെ തേടി വരുന്നോരെ, വരുവിൻ ഗാനവുമായി കാടിൻ ഗീതവുമായി. അയ്യോ ഉമ്മാക്കി. ആര് പറഞ്ഞു ഈ വനത്തിൽ കടക്കാൻ? രാമനും ഭദ്രനും ഉമ്മാക്കിയുടെ രണ്ടു വശത്തും നിൽക്കണം. ഞങ്ങൾ മുമ്പിലും പിറകിലും. എന്താ അത്ഭുതം? ഉമ്മാക്കിയെ തോൽപ്പിച്ച സന്തോഷമോ അതോ സന്യാസി മുമ്പ് ഒരിക്കൽ വീട്ടിൽ വന്ന് അപ്പൂപ്പനോട് സംസാരിച്ചിട്ടില്ലേ? ഞാനോ? അല്ല അല്ല, ഞാൻ ഉമ്മാക്കി, കുട്ടികളെ പിടിച്ചു തിന്നുന്ന ഉമ്മാക്കി. അല്ല സന്യാസി. എങ്കിൽ ഇപ്പൊ നിങ്ങളെല്ലാം ഞാൻ പിടിച്ചു നിന്ന് കാണിച്ചു തരാം. അതിരിക്കട്ടെ, ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ എന്തിനായി കാടിനടുത്ത് വന്നത്? മാങ്ങ പെറുക്കാൻ. ഇരുട്ടുന്നതിന് മുമ്പേ വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ ചന്തി പാള വെച്ച് കെട്ടിക്കൊണ്ടാൽ മതി. ഉമ്മാക്കിയെ തോൽപ്പിച്ചല്ലോ, ഉമ്മാക്കിയെ കൊന്നു. ഇനി കാടിനുള്ളിൽ കടക്കാം, തേന്മാവിൻ ചോട്ടിൽ പഴുത്തു വീണ മാങ്ങ വെറുക്കാം. അതാ ആ കാണുന്നതാണ് തേന്മാവ്. ഓ എന്ത് ഉയരം! ഒന്നും കിട്ടിയില്ല, ഇനി എന്തോ ചെയ്യും? എന്നാൽ ഞാനൊരു വിദ്യ കാണിക്കാം. പഴുത്ത മാങ്ങ നിറഞ്ഞ ആ കൊമ്പ് പിടിച്ച് താഴ്ത്തി തരാം, പറിച്ചോളാം. സ്വാമി, ഇങ്ങനെ ഇങ്ങനെ കൊമ്പ് താഴ്ത്തണ്ട, അതൊന്ന് പിടിച്ച് കുളിക്കാൻ മതി. അപ്പോൾ എല്ലാം തറയും. കൊള്ളാം. അത് മതി. എന്നാൽ ഒരു കാര്യം, നിങ്ങളെല്ലാം മാറി അകലെ ഒരു സ്ഥലത്ത് ഇരിക്കണം. സമ്മതിച്ചു. എല്ലാവരും മാറി അവിടെ ഇരിക്കും. 1 2 3. ഇനി നിങ്ങൾ തിന്നിട്ട് എനിക്കും തരണം. തരാം. അയ്യോ ഇത് മാങ്ങയല്ല. ഇതും മാമ്പഴമല്ല, ഇത് കല്ല, കല്ല്. കല്ലോ? നോക്കട്ടെ, നല്ല മാങ്ങ. അപ്പോൾ ഞാൻ കുലുക്കിയിട്ട് നിങ്ങൾക്ക് മാങ്ങ വേണില്ലേ? ഇനി എന്തോ ചെയ്യും? എന്നാൽ ഒരു കാര്യം ചെയ്യാം, സ്വാമി കയറി പറിച്ചു തരട്ടെ.
ഞാൻ കയറി പറിച്ചാൽ എനിക്കേ പഴം കിട്ടും. നിങ്ങൾ എടുക്കുമ്പോൾ അത് കല്ലായി തീരും. അതെന്താ? വേല ചെയ്യണം, വിയർക്കണം. ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം പറ്റണം. വിദ്യ മനസ്സിലിരിക്കട്ടെ. എന്നാലേ ഞങ്ങൾക്കൊരു പറക്കട്ടെ. കൊള്ളാം, മിടുക്കൻ. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. നീ ജോലി ചെയ്തില്ലെങ്കിൽ നിനക്ക് മാവളം കിട്ടില്ല. നിങ്ങൾ മാവിൽ കയറി പറിച്ചിടുന്നത് എനിക്കും. പാടുപെട്ട് ജോലി ചെയ്താൽ നീ എടുത്താൽ മാമ്പഴം ഉടൻ കല്ല്. നമുക്ക് മറ്റിൽ കയറാം. കയറാം. എന്നോട് അമ്മ പറഞ്ഞു, കാട്ടിൽ പോവല്ലേ, കൂട്ടുകൂടല്ലേ, മരത്തിൽ കയറല്ലേ. അപ്പോൾ മാമ്പഴം എങ്ങനെ തിന്നും? ഇവന്മാർ കയറി പറിച്ചു തരും. അത് പാടില്ല. അവരുടെ ജോലിക്കൂലി അവർക്ക്. പോരെങ്കിൽ കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവും. തേൻകനി പറിച്ച് കഴുകി ചെത്തിപ്പോളി തിന്നാൻ പാകത്തിന് കൊടുക്കരുത്. അതെന്താ? അലസന്മാരാകും. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവർ സുഖിക്കും, ഒടുവിൽ നശിക്കും. ഇവിടെ എല്ലാം അഴുക്കാ. എന്റെ ഉടുപ്പും നിക്കറും എല്ലാം ചീത്തയാകും. അമ്മ പറഞ്ഞു. അഴുക്കിലൂടെ നീന്തി കയറണം. അത് പുരളാതെ സൂക്ഷിക്കണം. അയ്യോ, മാവിൽ കയറിയാലേ സൂക്ഷിച്ചു പിടിച്ച് മാങ്ങ പറിക്കാൻ പഠിക്കണം. എഴുന്നേറ്റ് വരെ. കുലുക്കിയിട്ട മാമ്പഴമെല്ലാം വാരി കൂട്ടാം. സ്വാമി, എന്റെ കൂട്ടുകാർ അനങ്ങുന്നില്ല. ബോധം പോയെന്ന് തോന്നുന്നു. ഇനി എന്തു ചെയ്യും? ഇവരുടെ ബോധം പോയി. ഇതിന് ഇത്തിരി സമയം പിടിക്കും. ഈ കാട്ടിൽ ഇനി ഞങ്ങൾ എന്തോ ചെയ്യും? ഭദ്രന് തിരിച്ചു പോകാനുള്ള വഴി അറിയുമോ? പുഴ കടന്ന്, മല കടന്ന്. എന്നാലും എന്റെ കൂട്ടുകാർ ബോധമില്ലാതെ ഈ കാട്ടിൽ കിടക്കുമ്പോൾ എന്നോടൊപ്പം തേങ്ങ തേടിപ്പോകുന്നവരുടെ ബോധം വീണ്ടും വിട്ടാൽ എന്തോ ചെയ്യും സ്വാമി? എന്തോ ചെയ്യും? ഈ കാട്ടിനുള്ളിൽ എവിടെയോ ഒരു ചെടിയുണ്ട്. വാനിൽ നിന്നുതിർന്ന നക്ഷത്ര കുഞ്ഞിനെ പോലെ സ്വയം പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടി. ഞാനും കൂടി വരാം. നമുക്ക് ഒരുമിച്ച് ആ ചെടി കണ്ടുപിടിക്കാം. ഇല്ല, ഞാനില്ല. എനിക്ക് ഈ കാട്ടിൽ വലിയ പേടിയാ. ഉമ്മാക്കിയുണ്ട്. ഇല്ല, ചുമ്മാതെ. ഉമ്മാക്കിയെ ഞാൻ തോൽപ്പിച്ചല്ലോ. ഇനി ഞാൻ പോകുന്നു. എന്റെ കൂട്ടുകാർക്ക് ബോധം തെളിയാതെ ഞാൻ എങ്ങനെ പോകും? അതിനിങ്ങനെ നിന്നാൽ മതിയോ? എന്നാൽ ഞാൻ പോയി കാട്ടുമരുന്ന് കണ്ടുപിടിക്കാം. അവിടെ മുള്ളും കല്ലും വലിയ കുഴികളും കാണും. സൂക്ഷിച്ചോണം. തേൻകനി തിന്നാൻ പോയവരുടെ കഥ. പാടുപെടാതെ കനി കിട്ടുമോ? മാമ്പഴം കൊണ്ട് മാഞ്ചോറ് നിറഞ്ഞു. നല്ല പഴുത്ത് നിറമാർന്ന മാമ്പഴം. പക്ഷേ അത് തിന്നാൻ ആളില്ലെങ്കിലോ? ഒരു കെട്ടുകഥ പോലെ അല്ലേ? ജീവിതം തന്നെ കെട്ടുകഥയല്ലേ? വെളിച്ചവും ഇരുളും ചേർന്നുണ്ടാക്കുന്ന മിഥ്യാശില്പങ്ങൾ, അരക്ഷണം കൊണ്ട് മായുന്ന മായാജാലം. ഈ നാടകം പോലെ, എന്റെയും നിങ്ങളുടെയും ജീവിതം പോലെ. ഭദ്ര, ഭദ്ര, ഞാനിതാ വരുന്നു. ഒരു മുൾപ്പടപ്പിൽ വീണുപോയി. ഞാനിതാ വരുന്നു. മുൾപ്പടപ്പിൽ വീണാൽ മുറിയില്ലേ? ചോര ഒഴുകില്ലേ? പച്ചില കിട്ടിയോ? ഞാനിതാ വരുന്നു. നിന്റെ ശരീരമെല്ലാം ചോര പൊടിഞ്ഞിരിക്കുന്നല്ലോ. ഈ ഔഷധ ചെടിക്ക് ചുറ്റും കൂർത്ത മുനയുള്ള മുള്ളുകൾ. ഞാൻ അതിന് മീതെ ചാടി ഉരുണ്ടു വീണു. മിടുക്കൻ. കൂട്ടുകാർക്ക് വേണ്ടിയല്ലേ? കൊള്ളാം. ഇത് നീ തന്നെ പിഴിഞ്ഞ് അവരുടെ മുമ്പിൽ മണപ്പിക്കണം. അതെ, ഈ രക്തം പൊടിഞ്ഞ വേദന പോലും ഞാൻ അറിഞ്ഞില്ല. ഉണരുവിൻ മക്കളെ, കാടിന്നരുമ മക്കളെ, വസന്തമായ വിളക്കുമായി തൊഴുതുണർന്നെണീക്കുവിൻ. ഉണരുവിൻ മക്കളെ, കാടിന്നരുമ മക്കളെ, വസന്തമായ വിളക്കുമായി തൊഴുതുണർന്നെണീക്കുവിൻ. ഇനി മാമ്പഴം, ഇത് തേൻകനി, വിയർപ്പിൻ കനി. നേരം വളരെ എഴുതി. വൈകിട്ട് കളിക്കാൻ ഇറങ്ങിയതാ. അമ്മ കാത്തിരിക്കും. അച്ഛൻ വഴക്ക് പറയും. അമ്മ എന്നാ ചോദിക്കും. അപ്പോൾ ഇന്നുണ്ടായ കഥ പറയണം. കാട്ടിലെ കഥ കേട്ടോ? ഞാനും കൂടി വരാം നാട്ടിലേക്ക്. അമ്മ വഴക്ക് പറയാതെ, അച്ഛൻ പിണങ്ങാതെ, അമ്മൂമ്മ കോപിക്കാതെ ഞാൻ എല്ലാവരുടെയും വീട്ടുപടിക്കൽ വരെ കൊണ്ടാക്കാം. അധ്വാനത്തിന്റെ മഹത്വമാണ്
നാടകം തരുന്ന സന്ദേശം. അധ്വാനത്തിന്റെ മഹത്വമാണ് ഈ നാടകം തരുന്ന സന്ദേശം. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഭക്ഷിക്കാതിരിക്കട്ടെ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കട്ടെ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കട്ടെ. അന്യമായി കൊണ്ടിരിക്കുന്ന നാടക സമ്പത്തിനെ പുനർജീവിപ്പിക്കാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ഡോക്ടർ വയലാർ വാസുദേവൻ പിള്ള ശ്രമിച്ചതിന്റെ ഒരു വിജയമാണ് ഈ നാടകം. നന്ദി, നമസ്കാരം.